നമസ്കാരം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന ചില സംഘങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുന്ന ഒരു വാക്കുകളുണ്ട്. അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് വരിക. അങ്ങനെ വന്നാൽ ആത്മാഭിമാനമുള്ളവൻ നേരിട്ട് ചെല്ലുക തന്നെ ചെയ്യും. ഒന്നുകിൽ കൊടുത്തിട്ടേ വരികയുള്ളൂ, അല്ലെങ്കിൽ കിട്ടാനുള്ളത് വാങ്ങിക്കൊണ്ട് തിരികെ വരികയും ചെയ്യും. അതാണ് ഇവിടുത്തെ നാട്ടു നടപ്പ്. ഇപ്പോഴിതാ പാകിസ്ഥാനിലും ഇതേ പ്രതിസന്ധി വന്നിരിക്കുന്നു. അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ സൈന്യത്തെ അയക്കാതെ നേരിട്ട് വാടാം എന്നാണ് ആർക്കെതിരെയാണ് മുന്നറിയിപ്പ്? പാകിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ, യുദ്ധത്തിലെ ആരും തോൽപ്പിക്കാത്ത അജയനായ പോരാളിയായ പാക് സൈനിക മേധാവി അസിം മുനീറിനെ നോക്കി ആരാണ് പറഞ്ഞത്? തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ആ സംഘടനയാണ്. താലിബാൻ പാകിസ്ഥാനിൽ രൂപം കൊടുത്തു എന്ന് പാകിസ്ഥാൻകാർ ആരോപിക്കുന്ന തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ സംഘടന, അതിന്റെ സുപ്രീം കമാൻഡറാണ് ഒരു വീഡിയോയിലൂടെ അസീം മുനീറിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാടാൻ ഞങ്ങളുടെ ഏരിയയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റിനെ പോയി കാണാൻ അസീം മുനീറിന് ഒരു മടിയുമില്ല, ഭയവുമില്ല. അവിടെ ചെന്ന് വാലാട്ട് നിൽക്കും. പക്ഷേ യുദ്ധഭൂമിയിലേക്ക് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ ടീം വിളിച്ചാൽ അസീം മുനീർ പോകണമെന്നില്ല. സോഷ്യൽ മീഡിയ ചില വീഡിയോ ക്ലിപ്പുകൾ അടുത്തിടെ വന്നിരുന്നു. ആയുധധാരികൾക്കൊപ്പമാണ് TTP അംഗങ്ങൾ ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഖൈബർ പക്തുൻഖ പ്രവിശ്യയിലെ ഖുറം മേഖലയിൽ ഒക്ടോബർ 8-നുണ്ടായ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങൾ അത് തങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ TTP പ്രവർത്തകർ, TTPയുടെ ആ ടീം അംഗങ്ങൾ ആ ദൃശ്യങ്ങളും ആ വീഡിയോയ്ക്കുള്ളിൽ വച്ചിട്ടുണ്ട്. 22 പാകിസ്ഥാൻ സൈനികർ തങ്ങൾ തട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ ഇങ്ങോട്ട് വിട്ട താനിങ്ങി വാങ്ങും. ഒരു വീഡിയോയിൽ മുതിർന്ന TTP കമാൻഡർ അസീം മുനീറിനെ നേരിട്ട് യുദ്ധനിരയിലെത്തി തങ്ങളെ വെല്ലുവിളിക്കാൻ, ആയുധം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാനാണ്, വെല്ലുവിളിയൊന്നും ഏക്കില്ല. അവിടെ ഇയാളുടെ തലയ്ക്ക് 10 കോടി പാകിസ്ഥാൻ കറൻസി അവിടുത്തെ സർക്കാർ വിലയിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷത്തിന് പാകിസ്ഥാൻ 42 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അത് ഖത്തർ ഇടപെട്ടിട്ടാണ്. ഇതിനു മുമ്പായി 15 സാധാരണക്കാരെയാണ് വ്യോമാക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും പാക് സൈന്യം അഫ്ഗാൻ അതിർത്തിയിൽ കൊന്നൊടുക്കിയത്. അതിന് പകരം വീട്ടാനാണ് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തകർ ഇപ്പോൾ അസീം മുനീറിനെ നേരിട്ട് തങ്ങളുടെ പ്രദേശത്തേക്ക് വിളിച്ചിരിക്കുന്നത്. താലിബാൻ സേന പാക് അതിർത്തി ആക്രമിച്ചതോടെ സംഘർഷം ഒക്ടോബർ 13-ന് തുടങ്ങിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെടിവയ്പ് തുടങ്ങി. പിന്നീട് പാക് വ്യോമസേനയുടെ വ്യോമാക്രമണമായി മാറി. അഫ്ഗാനിസ്ഥാനിലെ 3 ക്രിക്കറ്റ് ടീം അംഗങ്ങളടക്കം 8 അമ്മമാരും കുട്ടികളുമടക്കം 8 പേരാണ് ആ അതിർത്തിയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖൈബർ പക്തുൻഖയിലാണ് ഇത്തരം ആക്രമണങ്ങളെ ഭൂരിഭാഗവും നടന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം ബലൂചിസ്ഥാനിലാണ് കൊണ്ട് ഓർക്കണം. ചൈന എന്തായാലും ഇനി തങ്ങളുടെ പുതിയ ചുവപ്പ് പരമാവധി കോറിഡോർ പദ്ധതി എന്തായാലും പാകിസ്ഥാനിൽ തുടർന്നങ്ങോട്ട് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതാണ്ടൊക്കെ വിജയിച്ചു കഴിഞ്ഞു ബലൂചിസ്ഥാനികൾ. കാരണം അവരുടെ ആവശ്യം തങ്ങളുടെ പ്രദേശത്ത് കൂടി ചൈന നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നായിരുന്നു. രൂക്ഷമായ ആക്രമണമാണ് അവർ ചൈനീസ് സൈന്യത്തിനെതിരെയും അവിടുത്തെ ചൈനയുടെ ഓരോ ഈ പദ്ധതി നടപ്പാക്കാൻ എത്തിയ സ്ഥാപനങ്ങളുടെ ജീവനക്കാരെ നടത്തിയത്. അങ്ങനെ ഘട്ടം ഘട്ടമായി ചൈന തങ്ങളുടെ ജീവനക്കാരെ പിൻവലിച്ചു. ചൈന പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾ സൈന്യത്തെ ഇറക്കി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും പാകിസ്ഥാൻ സൈന്യത്തെ ഇറക്കിയെങ്കിലും അതൊക്കെ ഈ തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തകരും അവിടുത്തെ ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികൾ എന്ന് ആവശ്യപ്പെടുന്ന സംഘങ്ങളും ഒക്കെ ചേർന്ന്, പ്രാദേശിക വിമത ടീമുകളൊക്കെ ചേർന്ന് അതിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ചുരുക്കത്തിൽ അസീം മുനീറിന് പോയിട്ട് അസീം മുനീറിന്റെ സൈന്യത്തിലെ ഒരു കാലാൾ ബ്രിഗേഡിന് പോലും ഈ ബലൂചിസ്ഥാനിലേക്ക് കടന്നു ചേറി ചെല്ലാനാകാത്തൊരവസ്ഥയാണ്. തീവണ്ടിയിൽ പാക് സൈനികർ പോയാൽ തീവണ്ടി അവർ തകർക്കും. അത് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്തായാലും പാക് സൈന്യത്തിന് പുതിയൊരു തലവേദനയെ മാറിയിരിക്കുകയാണ് തെഹ്രീക് താലിബാൻ പാകിസ്ഥാൻ സംഘടന മാത്രമല്ല ഈ വെല്ലുവിളിയും. കാരണം അവരെ വെല്ലുവിളിച്ചിരിക്കുന്ന പാക് സൈനിക മേധാവിയാണ്. എന്തോ മുന്നിൽ കണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം അവർ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിനും മറ്റ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കുമൊക്കെ പകരം ചോദിക്കുമെന്ന ഒരു സന്ദേശവും വീഡിയോയിലുണ്ട്. എന്തായാലും പാക് സൈനിക മേധാവി അടക്കം പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചു, ഇന്ത്യ തിരിച്ചടിക്കുന്നില്ലെങ്കിലും മറുഭാഗത്ത് താലിബാനെ ചെന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ഒരു കാലത്ത് മിത്രമായിരുന്ന താലിബാൻ ഇപ്പോൾ കടുത്ത ശത്രുവാകുകയും
അവർ തക്ക സമയത്ത് തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ പാകിസ്ഥാനാണ് ഖത്തറിനെ സൗദിയെ സമീപിച്ച് ദയവ് ചെയ്ത് യുദ്ധമൊന്ന് അവസാനിപ്പിച്ചു തരണം, തങ്ങൾക്ക് താലിബാനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, താലിബാൻ വേണമെങ്കിൽ പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഖത്തർ ഇടപെട്ട് ഒരു സമാധാന ശ്രമം എന്ന നിലയിൽ താൽക്കാലികമായി അവിടെ വെടിനിർത്തൽ സാധ്യമാക്കിയത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ വെല്ലുവിളി വന്നിരിക്കുന്നത്. ഇത്തരം തെരീക്ക് താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തകർ പാക് സൈനിക മേധാവിയെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്, തങ്ങളുടെ പ്രദേശത്തേക്ക് ധൈര്യമുണ്ടെങ്കിൽ വരാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച